The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, last class we completed our 6th chapter, that is social responsibility of business and business ethics. I think all are clear. Okay, today we are going to discuss the 7th chapter, that is formation of a company. Formation of a company. എങ്ങനെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുക എന്നുള്ളതാണ്. So we know that John Stock Company, actually company is an artificial person, isn't it? So it is a legal entity. ഇതൊക്കെ അറിയാവുന്നതാണ്. So it is formed, brought up and wound up after the following legal formalities. ഒരു കമ്പനി ഫോം ചെയ്യാൻ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. So the formation of company is very time consuming and lengthy and complex process. Time consuming ആണ്, lengthy process ആണ് and complex ആയിട്ടുള്ള ഒരു process ആണ്. So it involves a lot of formalities and legal procedures ഉണ്ട്. So എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന 4 സ്റ്റേജസിലൂടെയാണ് കമ്പനി ഫോർമേഷൻ കടന്നു പോകുന്നത്. That is the first one promotion, second one incorporation, third one subscription of capital, fourth one commencement of business. ഇതാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. സി, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഹാസ് ടു കംപ്ലീറ്റ് ഓൾ ദ എബോവ് 4 സ്റ്റേജസ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഈ 4 സ്റ്റേജ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് എ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഈസ് റിക്വയർഡ് ടു അണ്ടർഗോ ഓൺലി ദ ഫസ്റ്റ് 2 സ്റ്റേജസ്. ആദ്യത്തെ 2 സ്റ്റേജ് മാത്രം കടന്നു പോയാൽ മതി. ഏതൊക്കെയാണത്? ദാറ്റ് ഈസ് പ്രൊമോഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ. ആര്? പ്രൈവറ്റ് കമ്പനി. ഓക്കെ, സോ എന്താണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു സം ടോട്ടൽ ഓഫ് activities by which a business enterprise brought into existence, or in other words the business operation by which a company is established. ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണമോ അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ആകെ തുകയാണ് ആക്ച്വലി പ്രൊമോഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു കമ്പനി നിലവിൽ വരാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അതെല്ലാം ഏതിനകത്ത് വരുന്നു? പ്രൊമോഷനകത്ത് വരുന്നതാണ്. സോ പ്രൊമോഷൻ ഈസ് ദ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ആക്ച്വലി അതാണ് ബിസിനസ്സിൻ്റെ അവസരങ്ങൾ കണ്ടെത്തുന്നു. ആൻഡ് സബ്സീക്വൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്, property and management ability into business concern for the purpose of making profit therefrom. സി, ഒരു ബിസിനസ് എന്ന് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? ഇറ്റ്സ് എ ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നു. ആൻഡ് സബ്സീക്വൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട് ആൻഡ് പ്രോപ്പർട്ടി, മാനേജ്മെൻറ്റ് എബിലിറ്റി ഇൻ ടു ബിസിനസ് കൺസേൺ ഫോർ വാട്ട് ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ദർ ഫ്രം. അല്ലേ? അതാണ് ഇതൊക്കെ പ്രൊമോഷനിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആരാണ് ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സി, ദ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹൂ പെർഫോം ദ വർക്ക് ഓഫ് പ്രൊമോഷൻ. പ്രൊമോഷൻ വർക്ക് ആരാണോ ചെയ്യുന്നത് അവരാണ് ആക്ച്വലി ആര്? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രിങ് ഇൻ ആൻ എൻ്റർപ്രൈസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആർ നോൺ ആസ് പ്രൊമോട്ടേഴ്സ്. ഒരു ബിസിനസ് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുന്നത് ആരാണോ, ഒരു ബിസിനസ് അതിൻ്റെ ഓപ്പറേഷൻ എക്സിസ്റ്റൻസിലേക്ക് വരുത്തുന്നത് ആരാണോ അവരാണ് ആക്ച്വലി ആര്? പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഈസ് ആൻ എൻ്റർപ്രണർ ആവാം, ഓർ ദ ബിസിനസ് മാൻ ആവാം,
who gives birth to business concern അല്ലേ, ആരാണോ ബിസിനസ് കൺസേണിന് രൂപം നൽകുന്നത് അവരാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊമോട്ടർ മേ ബി ആൻ ഇൻഡിവിജ്വൽ ആവാം, ഓർ ഫേം ആവാം, ഓർ എ കമ്പനി ആവാം എന്നാണ് പറയുന്നത്. ഇനി ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്? ദ ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ്സിൻ്റെ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഹിയർ ദ പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ഡിസ്കവർ എ ബിസിനസ് ഐഡിയ. സോ ഇറ്റ് മേ ബി അബൌട്ട് എന്തിനെ കുറിച്ചാവാം? ന്യൂ ലൈൻ ഓഫ് ബിസിനസ് ഓർ ദ എക്സ്പാൻഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഒന്നിൽ പുതിയ തരത്തിലുള്ള ബിസിനസ്സിൻ്റെ ഐഡിയാസ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ഇതാണ് ആക്ച്വലി ദ ഫസ്റ്റ് പ്രൊമോട്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. സെക്കൻഡ് വൺ, ഫീസിബിലിറ്റി സ്റ്റഡീസ് ആണ്. ഫീസിബിലിറ്റി സ്റ്റഡീസ് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് ദ ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പ്രൊപ്പോസ്ഡ് പ്രോജക്ട്സ്. ഇവിടെ ഈ ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന ഇവാലുവേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് പ്രൊപ്പോസ്ഡ് പ്രോജക്ട്സ് അല്ലേ, നമ്മുടെ പ്രോജക്ട്സിനെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക അല്ലേ, അതാണ് ആക്ച്വലി ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? മേ കണ്ടക്ട് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. എന്തൊക്കെയാണ് അവർ നടത്തുന്നത്? ഒന്ന്, ടെക്നിക്കൽ ഫീസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ പ്രൊമോട്ടേഴ്സ് ഹാവ് ടു എൻഷുവർ ദ പ്രോജക്റ്റ് ഈസ് ടെക്നിക്കലി പോസിബിൾ. പ്രോജക്റ്റ് ടെക്നിക്കലി പോസിബിൾ ആണോ? സച്ച് ആസ് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, അഡിക്വേറ്റ് ടെക്നോളജി, ഇതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്, കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പഠിക്കുകയാണ് ആക്ച്വലി ടെക്നിക്കൽ ഫീസിബിലിറ്റീസിൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസിൽ പറയുന്നത് എന്താണ്? ഇഫ് ദ പ്രോജക്റ്റ് റിക്വയർ ലാർജ് ഫണ്ട് സോ വിച്ച് കനോട്ട് ബി റേസ്ഡ് വിത്തിൻ ദി അവൈലബിൾ മീൻസ് ഇറ്റ് ഈസ് ദ ബെറ്റർ ടു സ്റ്റോപ്പ് ദാറ്റ് പ്രോജക്റ്റ് അല്ലേ. നമുക്ക് ഫിനാൻസ് അത്യാവശ്യമാണ്. അവിടെ ഈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസിൽ പറയുന്നത് എന്താണ്? ഇഫ് ദ പ്രോജക്റ്റ് റിക്വയർ ലാർജ് ഫണ്ട് അല്ലേ, പ്രോജക്റ്റിന് ലാർജ് ഫണ്ട് ആവശ്യമെങ്കിൽ വിച്ച് കനോട്ട് ബി റേസ്ഡ് വിത്തിൻ ദി അവൈലബിൾ മീൻസ്, നമുക്ക് സൗകര്യമുള്ളിടത്ത് നമ്മൾ ലഭ്യമായിട്ടുള്ളിടത്ത് നമുക്കത് റേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റോപ്പ് ദ പ്രോജക്റ്റ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസ് നമുക്ക് ബെറ്റർ വേയിലൂടെ ഫിനാൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പഠിക്കുകയാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസിൽ പറയുന്നത്. Next one, economic feasibilities. So even if the project is technically and financially viable ആണെങ്കിൽ it may have poor profitability so that promoters have to take expert advices. ഒരു പ്രോജക്റ്റ് ടെക്നിക്കലി അതുപോലെ തന്നെ ഫിനാൻഷ്യലി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ഹാവ് പുവർ പ്രോഫിറ്റബിലിറ്റി ആണ്, എന്നിട്ടും പുവർ പ്രോഫിറ്റബിലിറ്റി ആണെങ്കിൽ സോ ദാറ്റ് ദ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യണം? ഹാവ് ടു ടേക്ക് എക്സ്പെർട്ട് അഡ്വൈസ് എന്ത് ചെയ്യണം? എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എക്കണോമിക് ഫീസിബിലിറ്റീസ്. Only when the above feasibility studies give the positive result, the promoters can launch the new project. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റഡീസൊക്കെ പോസിറ്റീവ് റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യാം? ന്യൂ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് ഫംഗ്ഷൻ എന്താണ്? തേർഡ് ഫംഗ്ഷൻ നെയിം അപ്രൂവലാണ്. they have to select the name of the company അല്ലേ. കമ്പനിക്ക് എന്ത് ചെയ്യാം? നെയിം സെലക്ട് ചെയ്യുക. കമ്പനിക്ക് they have select name for the കമ്പനിക്ക് നെയിം സെലക്ട് ചെയ്യാം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഐഡൻറ്റിക്കൽ ഓർ സെയിം ടു ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. ഒരു നിലവിലുള്ള ഒരു കമ്പനിക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള പേരുകൾ എന്ത് ചെയ്യാൻ പാടില്ല? ചൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് ദി കമ്പനി ഇറ്റ് വിൽ അപ്രൂവ്ഡ്. അപ്പോൾ ആ കമ്പനിയുടെ പേര് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പേര് എന്ത് ചെയ്യും? അപ്രൂവൽ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നെയിം അപ്രൂവൽ. ദെൻ ഫോർത്ത് ഫംഗ്ഷൻ വാട്ട് ഈസ് ഇറ്റ്? ഫിക്സിംഗ് അപ്പ് ഓഫ് സിഗ്നേറ്ററീസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സോ ഇവിടെ പറയുന്നത് ഹിയർ ദ പ്രൊമോട്ടേഴ്സ് ഹാവ് ടു ഫിക്സ് ദ മെമ്പേഴ്സ് ഹു ആർ വില്ലിംഗ് ടു സൈൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇവിടെ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യണം. അപ്പം
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. അത് കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്, അത് പറഞ്ഞു തരാം. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരെല്ലാമാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് ആര് ഫിക്സ് ചെയ്യണം? പ്രൊമോട്ടേഴ്സ് ഫിക്സ് ചെയ്യണം. ആൻഡ് ഒബ്റ്റെയിൻ ദെയർ റിട്ടേൺ കൺസെൻറ്റ് ടു ആക്ട് ആസ് എ ഡയറക്ടേഴ്സ്. അത് കൂടാതെ അവരുടെ റിട്ടേൺ കൺസെൻറ്റ് വാങ്ങിക്കണം. എന്തായിട്ട് പ്രവർത്തിക്കാം? ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കാം എന്നുള്ള റിട്ടേൺ കൺസെൻറ്റും എഴുതി വാങ്ങിക്കണം. ആൻഡ് ടു ടേക്ക് ദ ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ വാട്ട് ഈസ് ഇറ്റ്? അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽസിനെ എന്ത് ചെയ്യണം? അപ്പോയിൻറ്റ് ചെയ്യണം. ദ പ്രൊമോട്ടേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു അപ്പോയിൻറ്റ് പ്രൊഫഷണൽസ് ലൈക്ക് ആരൊക്കെയാണ്? മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഓഡിറ്റേഴ്സ് എക്സെട്ര. എന്തിനു വേണ്ടിയിട്ട്? ടു അസിസ്റ്റ് ദം ഇൻ ഫോർമാലിറ്റീസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ പ്രിപ്പയറിംഗ് നെസസറി ഡോക്യുമെൻറ്റ്സ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദ പ്രൊമോട്ടേഴ്സ് ആർ ബോണ്ടഡ് ടു പ്രിപ്പയർ നെസസറി ഡോക്യുമെൻറ്റ് ഫോർ വാട്ട്? രജിസ്ട്രേഷൻ. അതായത് ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് എക്സെട്ര. ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി വരുന്ന ഡോക്യുമെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് പ്രൊമോട്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്? ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷന് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സെക്കൻഡ് വൺ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. തേർഡ് വൺ, കൺസെൻറ്റ് ഓഫ് proposed directors. Fourth one, agreement. Fifth one, statutory declaration. Sixth one, payment of fees. In that, the first one, memorandum of association. See, what do you mean by memorandum of association? Actually, it is the most important document of a company. It is a most important document of a company. It defines the objectives and powers of company. കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് എന്ത് ഡിഫൈൻ ചെയ്യുന്നു? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും കമ്പനിയുടെ പവേഴ്സും എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് കമ്പനീസ് റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. കമ്പനി ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ വൈൽ പ്രിപ്പയറിംഗ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൻ. ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തയ്യാറാക്കാൻ. ബിക്കോസ് കാരണം എന്താണ്? കമ്പനി കനോട്ട് ഗോ ബിയോണ്ട് ദ ലിമിറ്റ് ലേ ഡൗൺ ഇൻ ഇറ്റ് ആസ് ഇറ്റ് ഇൻ ദി ചാർട്ടർ ഓർ മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാഗ്ന കാർട്ടയാണ് അല്ലെങ്കിൽ ഒരു ചാർട്ടർ ആണെന്നാണ് പറയുന്നത്. ഈ മെമ്മോറാണ്ടത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ വളരെ ക്ലീനായിട്ട് കെയർ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? തയ്യാറാക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് മെമ്മോറാണ്ടത്തിൽ ഉൾക്കൊള്ളിച്ച കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ഓർ ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് നെയിം ക്ലോസ് ആണ്. സോ അതിനകത്ത് പറയുന്നത് എന്താ? ഇറ്റ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പേരായിരിക്കും ഉണ്ടാവുക. എ കമ്പനി ക്യാൻ ഹാവ് എനി നെയിം സബ്ജക്ട് ടു ദി ഫോളോയിങ് കണ്ടീഷൻസ്. താഴെ പറയുന്ന കണ്ടീഷൻസിന് വിധേയമായിട്ട് കമ്പനിക്ക് ഏത് പേര് വേണമെങ്കിലും എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് വൺ, ദ കമ്പനി മസ്റ്റ് നോട്ട് ബി ദ നെയിം മസ്റ്റ് നോട്ട് ബി ഐഡൻറ്റിക്കൽ ടു ദ നെയിം ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി. നിലവിലുള്ള കമ്പനിയുടെ പേരിന് സാമ്യമായിട്ടുള്ള പേരുകളാവാൻ പാടില്ല. ദ നെയിം ഷുഡ് നോട്ട് ഗിവ് ആൻ ഇംപ്രഷൻ ദാറ്റ് ദ കമ്പനി ഹാസ് എ കണക്ഷൻ വിത്ത് ഗവൺമെൻറ് ഓർ നാഷണൽ ഹീറോസ്. അല്ലേ, നാഷണൽ ഹീറോസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ള തരത്തിലുള്ള പേരുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ആവാൻ പാടില്ല. അങ്ങനെയുള്ള പേരുകളൊന്നും കമ്പനിക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ദെൻ ദ നെയിം ഷുഡ് എൻഡ് വിത്ത് ദി വേർഡ് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ആസ് ദ കേസ് മേ ബി. കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പബ്ലിക് കമ്പനിയാണെങ്കിൽ ലിമിറ്റഡും എന്നും ചേർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നെയിം ക്ലോസിൽ പറയുന്നത്. സെക്കൻഡ് ക്ലോസ് ആണ് ഡൊമിസൈൽ ക്ലോസ് ഓർ സിറ്റുവേഷൻ ക്ലോസ്. സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ ക്ലോസ് ആണ്. സോ ഇറ്റ് കണ്ടെയ്ൻ എന്താണ്? ദ പ്ലേസ് ഓഫ് ഓർ സ്റ്റേറ്റ്
where the company's registered office is situated. ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് സ്ഥലത്താണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ക്ലോസ് ആണ് സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. എക്സാക്റ്റ് അഡ്രസ് ഈസ് നോട്ട് റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ സമയത്ത് കമ്പനിയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് വേണമെന്നില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻഫോം ടു ദ രജിസ്റ്റർ വിത്തിൻ ദി 13 days. പക്ഷേ 30 ദിവസത്തിനുള്ളിൽ എക്സാക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് എന്ത് ചെയ്താൽ മതി, ഈ രജിസ്ട്രാറെ ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ് വാട്ട് ഈസ് ഇറ്റ്? ഒബ്ജക്റ്റ് ക്ലോസ്. സോ ഇറ്റ് ഡിഫൈൻ ദ പർപ്പസ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്. ഇത് പറയുന്ന എന്തുദ്ദേശത്തിനാണ് കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ എയിം ഓഫ് ദ കമ്പനി മേ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഒബ്ജക്റ്റ് ക്ലോസ്. കമ്പനിയുടെ എയിമാണ് ഈ ക്ലോസിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലോസ് വാട്ട് ഈസ് ഇറ്റ്? ലയബിലിറ്റി ക്ലോസ്. സി ദിസ് ക്ലോസ് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ് ഓൺ ബൈ ദം. ഈ ക്ലോസിൽ പറയുന്നത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസിനെ കുറിച്ചാണ് ഈ ക്ലോസിനകത്ത് പറയുന്നത്. അതിൻ്റെ ലിമിറ്റിനെ കുറിച്ചാണ് ഈ ക്ലോസിനകത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫേസ് വാല്യൂ ഓഫ് ഷെയർ ഈസ് ₹10 on which ₹6 paid. The liability of shareholder is limited to the balance amount of ₹4 only എന്നാണ് പറയുന്നത്. And the next one, what is it? Capital clause. See, this clause states that maximum capital with which the company is to be incorporated along with its divisions ആണ് പറയുന്നത്. ഒരു കമ്പനി, ഈ ക്ലോസ് പറയുന്നത് കമ്പനിയുടെ മാക്സിമം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്നുള്ളത് പറയുന്നതാണ് ആക്ച്വലി ഏത് ക്ലോസ്? ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ക്യാപിറ്റൽ ക്ലോസ്. നെക്സ്റ്റ് ക്ലോസ് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ക്ലോസ്. See, it is in the form of declaration stating that willingness of the members to associate in order to form a company and to take share in the companies. So it may be signed at least 7% in case of public company and by at least 2 in case of private company. Associate clause എന്ന് പറയുമ്പോൾ it is the form of declaration ആണ് ഇവിടെ എന്താ stating that willing of the members to associate in order to form a company. കമ്പനി ഫോം ചെയ്യാൻ ഞങ്ങൾ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു തയ്യാറാക്കുന്ന ഒരു ഡിക്ലറേഷനാണ് ആക്ച്വലി ഈ അസോസിയേഷൻ ക്ലോസിനകത്ത് വരുന്നത്. അതുപോലെ കമ്പനിയുടെ ഷെയറുകൾ എടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന അത്തരത്തിലുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ അസോസിയേഷൻ ക്ലോസിനകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 7% പബ്ലിക് കമ്പനിയാണെങ്കിൽ 7% സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 2 വ്യക്തികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആൻഡ് ക്ലോസും എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് അല്ലേ. കമ്പനി രജിസ്ട്രേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്. എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൈലോ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബൈലോയാണ് ഇത്. സോ ഇറ്റ് കണ്ടെയ്ൻ എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഇൻറ്റേർണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ആക്ച്വലി ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ സബ്സിഡിയറി ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രാഡിക്റ്റ് വിത്ത് എനിത്തിങ് സ്റ്റേറ്റഡ് ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. See, a public company may have its own articles of association ഉണ്ട് or may adopt table A. അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സ്വന്തമായിട്ട് തയ്യാറാക്കാം. അല്ലെങ്കിൽ ടേബിൾ എ അഡോപ്റ്റ് ചെയ്താൽ മതി. എന്താണ് ടേബിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേബിൾ ഈസ് എ മോഡൽ ഓഫ് എ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ given in the Companies Act. It contains the rules and regulations regarding the internal management. അത് തന്നെയാണ്. So of the company, if the company adopt the table A, it need not prepare separate articles of association. ഒരു കമ്പനി ടേബിൾ എ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പിന്നീട് ആ കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ബേസിക്കലി ഇത് രണ്ടും എന്താണ്? ഒരേ പർപ്പസ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കൺസെന്റ് ഓഫ് പ്രൊപ്പോസഡ് ഡയറക്ടേഴ്സ്. സോ എ റിട്ടൺ കൺസെന്റ് ഓഫ് പ്രൊപ്പോസഡ് ഡയറക്ടേഴ്സ് ഈസ് ഓൾസോ റിക്വയർഡ് ടു കൺഫേം ദാറ്റ് ദേ എഗ്രി ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓർ ടു അണ്ടർടേക്ക് ദ ക്വാളിഫിക്കേഷൻ ഷെയർ അല്ലേ. ഡയറക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊപ്പോസഡ് ഡയറക്ടർ ആവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ടൺ കൺസെന്റും കൂടെ വെക്കേണ്ടതുണ്ട്. ഓക്കെ, അതും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എഗ്രിമെന്റ് വെക്കണം. സോ എഗ്രിമെന്റ്
agreement with any individual for appointing him as a managing director or whole time director or manager is another document to submit to the registrar. Registrar മുമ്പാകെ സബ്മിറ്റ് ചെയ്യേണ്ട മറ്റൊരു ഡോക്യുമെൻ്റ് ആണ് എഗ്രിമെൻറ്റ്. അത് വിത്ത് ആരാ എനി ഇൻഡിവിജ്വൽ ഫോർ അപ്പോയിൻറ്റിംഗ് ഹിം ആസ് എ മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ആയിട്ട്. Then next one വെക്കേണ്ട ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. സോ ഇറ്റ് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ സ്റ്റേറ്റിംഗ് ദാറ്റ് എന്താ പറയുന്നത്? ഓൾ ലീഗൽ ഫോർമാലിറ്റീസ് ഹാവ് ബീൻ കംപ്ലീറ്റ് അല്ലേ? എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ എനി വൺ ഓഫ് ദി ഫോളോയിങ്. ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്യണം. ആരാണ്? ആൻ അഡ്വക്കേറ്റ് ഓഫ് ദ ഹൈക്കോർട്ട് ആവാം ഓർ സുപ്രീം കോർട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഓർ ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദി കമ്പനി. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനിൽ വരുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ആണ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. See, along with all the above documents, necessary fees has to be paid for the registration. എല്ലാ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള എന്തും കൂടെ സബ്മിറ്റ് ചെയ്യണം, ഫീസും കൂടെ സബ്മിറ്റ് ചെയ്യണം. ബേസ്ഡ് ഓൺ ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, പൊസിഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സിൻ്റെ പൊസിഷൻ എന്താണ്? ദ പ്രൊമോട്ടർ ഈസ് ഡീംഡ് ടു ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദി കമ്പനി അണ്ടർ പ്രൊമോഷൻ അല്ലേ? ആക്ച്വലി പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഇസ് ഡീംഡ് ടു ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ട്രസ്റ്റി ആയിട്ട് പറയുന്നു പ്രൊമോഷനിൽ. So the contract entered by the promoter with the various parties are approved by the company on incorporation. So he should not make any secret profit അല്ലേ? പ്രൊമോട്ടർ എന്ത് ചെയ്യുന്നില്ല? സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല. ഹി ഹാസ് ടു റൈറ്റ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ ഫോർ ദ സർവീസ് റെൻഡേഡ് അല്ലേ? ഇയാൾ സർവീസ് കൊടുക്കുന്നതിൽ നിന്ന് ഇയാൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്? റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആൻഡ് ടു റീഇംബേഴ്സ്ഡ് ഫോർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ഹിം. അതുപോലെ തന്നെ എക്സ്പെൻസസ് വരികയാണെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശം പ്രൊമോട്ടേഴ്സിന് ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ പ്രൊമോട്ടർ ഈസ് പേഴ്സണലി ലയബിൾ ഫോർ ഓൾ ദ പ്രിലിമിനറി കോൺട്രാക്ട് അല്ലേ? ഈവൺ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാലും പ്രൊമോട്ടേഴ്സ് എല്ലാ പ്രിലിമിനറി കോൺട്രാക്ട്സിനും ലയബിൾ ആണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ ലയബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഫോർ എനി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് company securities. Okay, I think all are clear. The position of promoters. Then next one, difference between memorandum of association and articles of associations. The first one, on the basis of objectives, memorandum of association define the objectives for which the company is formed. Company എന്തിനാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് ആർ റൂൾസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി അല്ലേ? കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ് ഉൾപ്പെടുന്നത്. സോ ദേ ഇൻഡിക്കേറ്റ് ഹൗ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനീസ് ആർ ടു ബി അച്ചീവ്ഡ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് പറയുന്നത്. ദെൻ പൊസിഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ മെയിൻ ഡോക്യുമെന്റ്. മെമ്മോറാണ്ടം ഈസ് ദ മെയിൻ ഡോക്യുമെന്റ് ഓഫ് the company and it is subordinate to the Companies Act എന്ന് പറയുന്നു. And then articles of association is a subsidiary document and is subordinate to both Memorandum of Association and Companies Act എന്നാണ് പറയുന്നത്. Then relationship, Memorandum of Association define the relationship of company with the outsiders, but in case of Articles of Association define the relationship of members and the company. And then validity, act beyond the memorandum of associations are invalid. മെമ്മോറാണ്ടത്തിൽ പറയുന്നതിന് അപ്പുറം ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ് and cannot be ratified അല്ലേ? And then act beyond articles can be ratified by the members but they do not violate the memorandum. മെമ്മോറാണ്ടം വയലേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷേ ആക്ടിൽ എന്താണ് ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞതിനപ്പുറം വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ മെമ്മോറാണ്ടം എന്ത് ചെയ്യാൻ പാടില്ല? വയലേറ്റ് ചെയ്യാനും പാടില്ല. ദ നെസസിറ്റി എന്ന് പറയുന്നത് എവറി കമ്പനി ഹാസ് ടു ഫയൽ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി but in case of articles of association it is not compulsory for public limited company to file the articles of association. Public limited company ആണെങ്കിൽ
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. വിറ്റ് മേ എന്ത് ചെയ്താൽ മതി, ടേബിൾ എഫ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരം ടേബിൾ എഫ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻകോർപ്പറേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, മീൻസ് ദ രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയാണ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ടിലെ 1956 പ്രകാരം രജിസ്ട്രേഷൻ ആണ് ആക്ച്വലി ഏതിൽ വരുന്നത്, ഇൻകോർപ്പറേഷനിൽ എന്ന് വരുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഇൻ ഓർഡർ ടു ഗെറ്റ് രജിസ്റ്റേർഡ് ദ പ്രൊമോട്ടേഴ്സ് ഹാവ് ടു സബ്മിറ്റ് the above mentioned documents to the registrar of the company which are listed below in brief. ഇല്ലേ, കമ്പനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് താഴെ പറയുന്ന ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ്, കമ്പനിയുടെ ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട് താഴെ പറയുന്ന ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ്, ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിനകത്ത് അറ്റ്ലീസ്റ്റ് 7 persons എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് സ്റ്റാമ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്റ്റാമ്പ് ചെയ്യണം, വിറ്റ്നസ് ഉണ്ടായിരിക്കണം, അതിനകത്ത് സാക്ഷികൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതുപോലെ തന്നെ സൈൻഡ് ബൈ ദ സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരൊക്കെയാണോ സൈൻ ചെയ്തിരിക്കുന്നത് അവർ കംപ്ലീറ്റ് ആയിട്ടും എവിടെയും സൈൻ ചെയ്യണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യണം. പിന്നെ അടുത്ത ഡോക്യുമെന്റ് എന്താ വേണ്ടത്, റിട്ടൺ കൺസെന്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ഡയറക്ടേഴ്സ് ടു ആക്ട് ആസ് എ ഡയറക്ടർ എന്ന് പറഞ്ഞു. പിന്നെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. പിന്നെ കോപ്പി ഓഫ് അപ്രൂവൽ ഓഫ് നെയിം ഫ്രം ദി രജിസ്ട്രാർ. രജിസ്ട്രാർ പേര് കമ്പനിയുടെ നെയിം അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അപ്രൂവൽ വെക്കണം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ വേണം. ദെൻ നോട്ടീസ് ഓഫ് എക്സാക്ട് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ എക്സാക്ട് ആയിട്ടുള്ള അഡ്രസ്സ് എവിടെയാണോ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ എക്സാക്ട് അഡ്രസ്സ് വെക്കണം. ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസും വെക്കണം. ഇത്രയും സബ്മിറ്റ് ചെയ്യണം. ഏത് സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട്, ഇൻകോർപ്പറേഷൻ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, വെൻ ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, രജിസ്ട്രാർ ഇതെല്ലാം നോക്കി സാറ്റിസ്ഫൈഡ് ആയാലോ, അബൌട്ട് ദ കംപ്ലീഷൻ ഓഫ് ഫോർമാലിറ്റീസ് ഫോർ രജിസ്ട്രേഷൻ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് ഇഷ്യൂ ടു ദ കമ്പനി. കമ്പനിക്ക് എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കും, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതിനെ നമ്മൾ പറയുന്നത് പേരെന്താണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി കമ്പനി എന്നാണ് പറയുക. കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ആക്ച്വലി ഇത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ വിത്ത് എഫക്ട് ഫ്രം November 1, 2000 മുതൽ ദ രജിസ്റ്റർ ഓഫ് കമ്പനി എന്ത് ചെയ്യുന്നു, അലോട്ട് എ CIN പറഞ്ഞ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ടു ദി കമ്പനി. ഐഡന്റിറ്റി നമ്പർ കമ്പനികൾക്ക് CIN അതായത് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് വൺ, എഫക്ട്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഈ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എഫക്ട്സ് എന്താ ചോദിച്ചാൽ, ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് ആക്ച്വലി എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ള പ്രൂഫാണ് ആക്ച്വലി സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇറ്റ് മേ ബി കോൾഡ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദ ഡേറ്റ് ഷോൺ ഇൻ ദ സർട്ടിഫിക്കറ്റ് ഡിനോട്ട്സ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. അതിൽ കൊടുത്തിട്ടുണ്ടാകും കമ്പനി ഏത് ദിവസമാണ് നിലവിൽ വന്നത്, ആ ഡേറ്റ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ദിവസം മുതൽ ആ കമ്പനി നിലവിൽ വന്ന ആ ഡേറ്റ് മുതൽ ആ കമ്പനി നിലവിൽ വന്നു എന്നുള്ളതാണ് അതിനർത്ഥം. സോ ഓൺ ഒബ്റ്റെയിനിങ് ദി സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദ കമ്പനി അക്വയർ ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി കിട്ടുന്നു, സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. സോ ഇറ്റ് ഓൾസോ an evidence that memorandum and articles are within the law and provisions of the act in respect of registration having compelled with. അല്ലേ, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാം തന്നെ ഒരു നിയമസാധ്യതയുള്ളതാണെന്നുള്ളതിന് ഒരു എവിഡൻസും കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ക്യാൻ കമൻസ് ദ ബിസിനസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ പ്രൈവറ്റ് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലോ ക്യാൻ കമൻസ് ബിസിനസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. അല്ലേ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ പബ്ലിക് കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദ പബ്ലിക്, അല്ലേ, ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഒരു പബ്ലിക് കമ്പനിക്ക് സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാം, ഷെയറുകൾ ആർക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഷെയർസും ഡിബഞ്ചേഴ്സും പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് വരുന്നത് വെച്ചാൽ, ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ഫോർ റേസിംഗ് ഫണ്ട്
ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്? ഒന്ന്, സെബി അപ്രൂവൽ. സെബി മീൻസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്രൂവൽ ഫ്രം സെബിയുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഇസ് റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ ടു ബി ഒബ്റ്റെയിൻ ഫ്രം റേസിംഗ് ഫണ്ട് ഫ്രം ദ പബ്ലിക്. സെബി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമാണ് സെബിക്കാണുള്ളത്. അവരിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നതിന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ വാങ്ങിക്കണം. ഒന്ന്. സെക്കൻഡ് വൺ, filing of prospectus. A copy of prospectus or statement of in lieu of prospectus must be filed with the register of the company. കമ്പനിയുടെ രജിസ്റ്റർ മുമ്പാകെ പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് പകരമായിട്ടുള്ള പ്രോസ്പെക്ടസ് ഇൻ ലിയോ സ്റ്റേറ്റ്മെൻറ്റ്സോ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫയൽ ചെയ്യേണ്ടതുണ്ട്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ്. ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ബാങ്കേഴ്സ് എന്ത് ചെയ്യുന്നത്? കളക്ട് ദ അപ്ലിക്കേഷൻ മണി ഫ്രം ദ പബ്ലിക്. ബ്രോക്കേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ദ അപ്ലിക്കേഷൻ ഫോം ആൻഡ് എൻകറേജ് ദ പബ്ലിക് ടു അപ്ലൈ ഫോർ ഷെയർസ്. ആൻഡ് underwriters give the guarantee to the issue of shares by giving an undertake to buy shares for the commission if not subscribed by the public. അപ്പോൾ ബാങ്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ബാങ്കേഴ്സ് എന്ത് ചെയ്യാനാണ്? അപ്ലിക്കേഷൻ മണി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബ്രോക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്ലിക്കേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ പബ്ലിക്കിനെ എൻകറേജ് ചെയ്യും. ഷെയർസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. അണ്ടർറൈറ്റേഴ്സ് എന്ത് ചെയ്യും? ഗ്യാരണ്ടി നിൽക്കും. അഥവാ ഇൻ കേസ് പബ്ലിക് കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക് വാങ്ങില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരുണ്ടാവും? അണ്ടർറൈറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ബിഫോർ എ പബ്ലിക് കമ്പനി ക്യാൻ അലോട്ട് ഇറ്റ് ഷെയർസ്. ഒരു കമ്പനി ഷെയർ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷെയറുകൾ അലോട്ട് ചെയ്യുന്നതിന് മുൻപ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് 90% ഓഫ് ഇഷ്യൂഡ് എമൗണ്ട് ആസ് പെർ ദ സെബി ഗൈഡ് ലൈൻ. സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം 90% ആണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വരേണ്ടത്. ആൻഡ് ഇറ്റ്സ് ഡിസൈഡഡ് ബൈ ദ ഡയറക്ടേഴ്സ് ആൻഡ് സ്റ്റേറ്റഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അത് ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും. അത് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ. അടുത്തത് എന്താണ്? ആപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ വെക്കണം. സോ കമ്പനി മസ്റ്റ് ഗീവ് എൻ ആപ്ലിക്കേഷൻ ടു അറ്റ്ലീസ്റ്റ് വൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ പെർമിഷൻ ടു ഡീൽ ഇൻ ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചറുകളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷൻ എവിടെ വെക്കണം? ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ആപ്ലിക്കേഷൻ വെക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്സ് ആണ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. സോ വൺസ് ദ പെർമിഷൻ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ ദ കമ്പനി ക്യാൻ അലോട്ട് ഷെയർ ടു ദി അപ്ലിക്കൻസ്. അപ്ലിക്കൻസിന് എന്ത് അലോട്ട് ചെയ്യാം? കമ്പനിക്ക് ഷെയറുകൾ അലോട്ട് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് വൺ, പ്രോസ്പെക്ടസ് എന്ന്. സോ എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നോട്ടീസ്, സർക്കുലർ ഓർ അഡ്വർടൈസ്മെന്റ് ഇൻവൈറ്റിംഗ് ഓഫർ ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് കമ്പനി ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാണ് കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ വാങ്ങാൻ വേണ്ടി പബ്ലിക്കിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ആക്ച്വലി ഏത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മസ്റ്റ് ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. അവർക്ക് മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഇന്റൻഡ് ടു ഇഷ്യൂ ദ ഷെയർസ് ടു ദ പബ്ലിക്. പബ്ലിക്കിനെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എന്ത് ചെയ്യാം? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി ഫയൽഡ് വിത്ത് രജിസ്റ്റർ. ആർക്ക് അതിൻ്റെ ഒരു കോപ്പി ഫയൽ ചെയ്യണം? രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ലിയോ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ? പ്രോസ്പെക്ടസിന് പകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനീസ് കോൺഫിഡൻറ്റ് ഓഫ് റേസിംഗ് ദ റിക്വയർഡ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി ദേ നീഡ് നോട്ട് ഇഷ്യൂ പ്രോസ്പെക്ടസ് ടു ദി പബ്ലിക്. ഒരു പബ്ലിക് കമ്പനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ത് അതിനാവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ പ്രൈവറ്റ്ലി കൊണ്ടുവരാൻ അല്ലെങ്കിൽ റേസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ദേ ഹാവ് ടു പ്രിപ്പയർ എന്ത് ചെയ്താൽ മതി? സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ പ്രോസ്പെക്ടസ് എന്ത് ചെയ്താൽ മതി? പ്രിപ്പയർ ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് ദി കമ്പനി ഫോർ രജിസ്ട്രേഷൻസ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാർ മുമ്പാകെ ഇത് എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ്
കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലേ. ഇഫ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റേസ്ഡ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ. മിനിമം സബ്സ്ക്രിപ്ഷൻ റേസ് ചെയ്തു, എങ്ങനെ? ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് കമ്പനി ക്യാൻ അപ്ലൈ ടു ദ രജിസ്ട്രാർ ഫോർ ദ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രാറിനോട് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഇഷ്യൂ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അല്ലേ, ആസ് പെർ ദ കമ്പനീസ് ആക്ട് 1956 പ്രകാരം. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ താഴെ പറയുന്ന ഡോക്യുമെൻസും കൂടെ അറ്റാച്ച് ചെയ്യണം. ഏതൊക്കെയാണ്? ഒന്ന്, ഡിക്ലറേഷൻ ദാറ്റ് എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ ക്യാഷ്, അത് വേണം. ദെൻ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് എവറി ഡയറക്ടർ ഹാസ് പെയ്ഡ് ഇൻ ക്യാഷ് ദ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണി ഓൺ ഹിസ് ഷെയർസ്. അവരുടെ ഷെയറുകളുടെ അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും എല്ലാം കൊടുത്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷനും വെക്കണം. ദെൻ എ ഡിക്ലറേഷൻ ദാറ്റ് നോ മണി ഈസ് പേയബിൾ ടു ദ അപ്ലിക്കൻസ് അല്ലേ, അപ്ലിക്കൻസിന് ഇനി പൈസ ഒന്നും കൊടുക്കാനില്ല എന്നുള്ള ഒരു ഡിക്ലറേഷനും, ബിക്കോസ് ഓഫ് ദ ഡിലേ ഇൻ ഒബ്റ്റൈനിങ് ദ പെർമിഷൻ ടു ഡീൽ ഇൻ സെക്യൂരിറ്റി ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള ഒരു, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷൻ വെക്കണം. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ദാറ്റ് above requirements have been compelled with which is signed by the director or the secretary of the company. അപ്പോൾ എന്ത് ചെയ്യും? എ പബ്ലിക് കമ്പനി റേസിംഗ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി പറഞ്ഞു ഹാസ് ടു സബ്മിറ്റ് ഓൺലി ദ ഡോക്യുമെൻറ്റ് 2 and 4 സ്റ്റേറ്റഡ് എബോ. അപ്പോൾ ഒരു പ്രൈവറ്റ്ലി ആണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ രണ്ടാമത് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ നാലാമത് പറഞ്ഞ കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ഫയൽ ചെയ്താൽ മതി. എന്താ രണ്ടാമത് പറഞ്ഞത്? ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് എവറി ഡയറക്ടർ ഹാസ് പേ ഇൻ ക്യാഷ് ദ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി ഓൺ ഹിസ് ഷെയർസ് എന്നുള്ളതും. ഫോർത്ത് വൺ പറഞ്ഞത് എന്തായിരുന്നു? എ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ദാറ്റ് ദ എബോ റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ കമ്പൽഡ് വിത്ത് വിച്ച് സൈൻഡ് ആസ് എ ഡയറക്ടർ ഓർ ദ സെക്രട്ടറി ഓഫ് ദി കമ്പനി എന്നുള്ളത്. ഓക്കെ, സോ ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദി എബോ ഡോക്യുമെൻറ്റ്സ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചിട്ട് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ഹി വിൽ ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് തുടങ്ങാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ദെൻ ഓൺലി ദ കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ബിസിനസ്. അപ്പോൾ മാത്രമേ ആർക്ക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആർക്കാണ്? പബ്ലിക് കമ്പനിയുടെ കാര്യമാണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കമൻസ്മെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ട കാര്യമില്ല. ഓക്കെ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഇതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.